ഇന്നിപ്പോൾ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് അതാണ്. എന്തെങ്കിലും KSRTC അല്ല ആകെ തന്നെ ഏതെങ്കിലും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ കുറ്റം പറയണേ പറഞ്ഞോ. അവര് ശമ്പളം തൊടില്ല അത്രേ. സർവീസിൽ ഇരിക്കുന്ന കാലം അത്രയും ശമ്പളം ടച്ച് ചെയ്യില്ല. ആണ്ടിപ്പടയിൽ വരുന്ന മാതിരി കൈക്കൂലി ചോദിക്കണതിന് യാതൊരു മടിയില്ല. നമുക്ക് ടിപ്പ് കൊടുക്കാൻ തോന്നാത്ത തരത്തിൽ പെരുമാറാം. കറണ്ട് പോയപ്പോ നമ്മള് ഇവിടെ മാത്രം കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. ഒരു അരമണിക്കൂർ കറണ്ട് വരുന്ന കരുതി വെയിറ്റ് ചെയ്തു. പിന്നെ നോക്കിയപ്പോഴാണ് നാട്ടിലെ സ്ട്രീറ്റ് ലൈറ്റ് മൊത്തം കത്തുണ്ട്. അപ്പൊ നമ്മുടെ സ്റ്റേറ്റിലുള്ള ഓഫീസർമാർ ശരിക്കും മാന്യന്മാരാണ്. ഇത് വേണമെങ്കിൽ ചാറ്റിരുന്നോളി. കട്ടായോ? എന്താ പറയാ, ഇന്നിപ്പോ എന്താ പറയാ ടോപ്പിക്ക്? പ്രത്യേകിച്ച് ടോപ്പിക് ഒന്നുമില്ല. ഞങ്ങൾക്കെന്നും ഓരോ വരട്ട ടോപ്പിക് ഇരിക്കുന്നത്. എന്നും ഒരു ടോപ്പിക്കും ഇല്ല. എന്താ അറിയോ, ഞാൻ ഒന്ന് പ്ലാൻ ചെയ്ത ടോപ്പിക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ആദ്യം കാണുന്നവരോടായിട്ട് പറയാം. കഴിഞ്ഞ ദിവസം പുലർച്ചെ, അതായത് ഇന്നലെ പുലർച്ചെ, ഇന്നലെ അല്ല ഇന്ന് പുലർച്ചെ അല്ലേ, ഇന്ന് പുലർച്ചെ ഒരു 2:30 കൂടെ കറണ്ട് പോയി. കറണ്ട് പോയപ്പോൾ നമ്മൾ ഇവിടെ മാത്രം കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. ഒരു അരമണിക്കൂർ കറണ്ട് വരുന്ന കരുതി വെയിറ്റ് ചെയ്തു. പിന്നെ നോക്കിയപ്പോഴാണ് നാട്ടിലെ സ്ട്രീറ്റ് ലൈറ്റ് മൊത്തം കത്തുണ്ട്. ആളത്തെ വീട്ടിലെ കറണ്ട് ലൈറ്റ് ഒക്കെ കത്തുണ്ട്. മീറ്ററിലൊക്കെ കറണ്ട് ഉണ്ട്. അപ്പോൾ മനസ്സിലായി നമ്മുടേത് മാത്രമാണ് പോയത്. അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ ഫ്യൂസ് ഏകദേശം പോയിട്ടുണ്ട്. പിന്നെ ആകുമ്പോൾ തൊടുമ്പോൾ ചെറിയ സ്പാർക്ക് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ തൊടാനൊരു പേടി, വെറുതെ ചുമരും മടിച്ച് നിൽക്കണ്ടല്ലോ. അപ്പോൾ വേഗം KSEBക്ക് വിളിച്ചു. അപ്പോൾ ഏകദേശം ഒരു 2:35 ആയിട്ടുണ്ട് KSEBക്ക് വിളിക്കുമ്പോൾ. അപ്പോൾ അവർ പറഞ്ഞു രാവിലെ വന്ന് നോക്കിയാൽ പോരെയെന്ന് ചോദിച്ചു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്മാർ രാവിലെ വന്ന് നോക്കാന്നാൽ രാവിലെ വരുള്ളൂ. പിന്നെ അത്രയും ചൂടാണ് ഇന്നലെയൊക്കെ. ഇപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ശരിക്കും നല്ല മഴ, പുറത്ത് വരുന്ന നല്ല തണുപ്പാണ്. പക്ഷെ ഇന്നലെ അത്രയും ചൂടാണ്. ആ സമയത്താണ് അത്രയും ചൂടായിരുന്നു. അപ്പോൾ അവരോട് അത് പറഞ്ഞു, ജസ്റ്റ് ഇങ്ങനെ ചൂടല്ലേ എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ശരി നോക്കട്ടെ എന്ന് പറഞ്ഞ് വെച്ചു. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇവര് ആളും ആരവൊക്കെ ആയിട്ട് ജീപ്പൊക്കെ എടുത്ത് വരുന്നുണ്ട് KSEBക്കാർ ഫ്യൂസ് കെട്ടാൻ വേണ്ടി. ഏകദേശം 10-20 മിനിറ്റ് ഞങ്ങൾ പുറത്ത് നിന്നപ്പോൾ അങ്ങനെ വിചാരിച്ചു അതിനി വരുന്നുണ്ടാവില്ല, രാവിലെ തന്നെ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് സംഗതി വിട്ടു. എങ്ങനെയും പോയി കിടന്നുറങ്ങാന്നുള്ളൊരു തീരുമാനത്തിൽ എത്തുമ്പോഴാണ് അവരിങ്ങനെ വരുന്നത്. മറ്റേ സിനിമയിൽ എന്താ പറയുക, പാണ്ടിപ്പടയിൽ വരുന്ന മാതിരി അങ്ങനത്തെ ഒരു ജീപ്പിൽ ബോർഡൊക്കെ വെച്ച് വരുന്നുണ്ട്. എന്തായാലും ആശാമാർ വന്ന് 10 മിനിറ്റ് കൊണ്ട് തന്നെ സംഗതി റെഡിയാക്കി. ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, അത് വേറെ റീപ്ലേസ്മെൻ്റ് ഉണ്ട് പറഞ്ഞു പോയി. അപ്പോൾ ഇത് പറഞ്ഞു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പണ്ട് KSEBനെ കുറിച്ച് ഭയങ്കര പരാതിയായിരുന്നു. വിളിച്ചാൽ ഫോൺ എടുക്കില്ല എന്ന് ഒന്നാമത്തെ പരാതി. എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നാൽ കാലങ്ങൾ കഴിഞ്ഞാലും നേരെയാക്കി തരില്ല എന്നുള്ളൊരു പരാതി. നമ്മളും പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കാനുള്ള കാരണം ഇതൊക്കെ നമ്മുടെ മനസ്സിലുള്ളതാണ്. പക്ഷേ ഈ സർക്കാർ ഉദ്യോഗസ്ഥർ, ഇനി KSEBയിൽ സർക്കാർ ഉദ്യോഗസ്ഥരാണെന്ന് മൊത്തത്തിൽ പറയാൻ പറ്റില്ലെങ്കിലും എന്തായാലും അവരുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. KSEB ഒരു കമ്പനി ആയിട്ടൊക്കെ മാറിയതിന് ശേഷമാണെന്ന് തോന്നുന്നു. ആ ഒരു എന്താ പറയുക, ആള് കുറച്ചും കൂടെ ആത്മാർത്ഥത വന്നിട്ടുണ്ട്. ബിഹേവ് ചെയ്ത് പോയതും ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ. നമ്മളെന്താ വെച്ചാൽ ആ രാത്രി വന്നതല്ലേന്ന് കരുതി ചായ കുടിക്കാൻ ഒരു 100-200 രൂപ കൊടുക്കണം എന്നൊക്കെ കരുതി കൈ പിടിച്ചിരുന്നു. പക്ഷെ അവർ വളരെ എന്താ പറയാ, നമുക്ക് ടിപ്പ് കൊടുക്കാൻ തോന്നാത്ത തരത്തിൽ പെരുമാറാം. അത്രയും മാന്യമായിട്ട് പെരുമാറാം. ഇത് കൊടുത്താ ഇവരെങ്ങാനും വാങ്ങാതിരുന്നാലോ എന്നുള്ള പേടിച്ചിട്ടാ കൊടുത്തില്ല. അല്ലെങ്കിൽ ചിലരുണ്ടല്ലോ, അവർ ഉറക്കച്ചടവിലൊക്കെ വന്ന് റൂഡായിട്ട് ഇത് ഇത്രയും പോത്ത് പോലുള്ള 3 എണ്ണം ഉണ്ടായിട്ട് ഒരു ഫ്യൂസ് കെട്ടാൻ അങ്ങനെ അറിയില്ല എന്നൊക്കെ ചോദിക്കുന്നുള്ള ഇതിലാണ് നിൽക്കുന്നത്. പക്ഷെ അവർ വളരെ ഡീസൻ്റായി വന്ന് അത് ചെയ്ത് തന്നു പോയി. ബാക്കി ഒരു ചെറിയൊരു സാധനം വാങ്ങാനുണ്ടാവും, പകല് വാങ്ങി വെച്ചോളൂ, ഞങ്ങൾ വന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞു പോയി. നമുക്ക് സത്യം പറഞ്ഞാൽ ആ പൈസ കൊടുക്കാൻ പോലും തോന്നിയില്ല. അത്രയും പ്രൊഫഷണലി അവർ അറ്റൻഡ് ചെയ്തു എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഗവൺമെൻറ്റിൽ നിന്ന് സാധാരണ പ്രതീക്ഷിക്കണമല്ല, പ്രത്യേകിച്ച് നമ്മുടെ ഗവൺമെൻറ് ഓഫീസുകളിൽ അത്രയും പുച്ഛമാണ് പൊതുജനങ്ങളോടൊക്കെ ഉള്ളത്. ആ ഒരു സംഗതിൻ്റെയൊക്കെ നേരെ വിപരീതമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായപ്പോൾ അത് ജസ്റ്റ് ഷെയർ ചെയ്യാൻ കരുതി. KSEB നീണാൾ പാടട്ടെ. പക്ഷെ അതിന് ജസ്റ്റ് ഇതിന് തലേ ദിവസം കൂടെ KSRTCൻ്റെ വളരെ മോശം അനുഭവം ഉണ്ടായിട്ട് അതും പറയണല്ലോ. ഇവന്മാർക്ക് 1-ാം തീയതി ഈ മാസം പെൻഷൻ കിട്ടിയിട്ടുണ്ട്. അല്ല, പെൻഷനല്ല, ശമ്പളം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അഹങ്കാരമാണോ എന്നറിയില്ല. വണ്ടിക്ക് റിക്വസ്റ്റ് സ്റ്റോപ്പുള്ള സ്ഥലങ്ങളിൽ പോലും നിർത്താൻ അവർ തയ്യാറല്ല. ഒരു 10 രൂപ അധികം കിട്ടിയവർക്ക് എന്താ പുളിക്കുമോയെന്ന് അറിയില്ല, എന്താ അറിയില്ല, അവർ തയ്യാറല്ല. എന്നിട്ട് തന്നെ സാധാരണ ഡെസ്റ്റിനേഷനിൽ എത്തേണ്ട വണ്ടി 1-2 മണിക്കൂറും ലേറ്റായിട്ടാണ് എത്തുന്നത്. പിന്നെ ഇവർ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ആളുകളെ, പാസഞ്ചേഴ്സിനെ നടുറോട്ടിൽ നിർത്തി പോകുന്ന അവസ്ഥ എന്നുള്ളത് അറിയില്ല. അപ്പോൾ സർക്കാർ ഓഫീസുകളിലോ അല്ലെങ്കിൽ അത്തരം ഉദ്യോഗസ്ഥരിൽ നിന്ന് എന്തെങ്കിലും മോശം അനുഭവമോ നല്ല അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയാം.
എൻ്റെ അനുഭവമൊക്കെ കഴിഞ്ഞു. പിന്നെ എനിക്ക് പറയാനുള്ളത് തമിഴ്നാടിനെ കുറിച്ചാണ്. അത് ഞാൻ പിന്നെ പറയാം. പണക്കെന്തെങ്കിലും പറയണ്ടേ പറഞ്ഞു. എനിക്കെന്താ അഭിപ്രായം, ഒന്നാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ സർക്കാർ ഓഫീസിലൊന്നും പോയില്ല. നമുക്കങ്ങനെ എന്തുണ്ടെങ്കിലും വീട്ടില് ഡിപ്പെൻഡിങ് ഓൺ പാരന്റ്സ്. അവര് നമ്മളൊന്നിലും ഇറങ്ങി ഇറങ്ങുമ്പോ മനസ്സിലാവും നല്ല ചടപ്പിക്കലാണ്. പിന്നെ ആകെ KSRTC കയറുന്നത് അന്ന് കൊറോണ ടൈമില് ട്രെയിൻ ഇല്ല. അന്ന് എറണാകുളമൊക്കെ വരണമെന്നുണ്ടെങ്കിൽ KSRTC അല്ലാതെ വേറെ മാർഗമല്ല, അന്നാണ് വണ്ടിയില്ല. അപ്പോൾ ഇപ്പോൾ വണ്ടി ഉണ്ടായതുകൊണ്ട് പിന്നെ വണ്ടിയുമൊക്കെ പോരുന്നത്, അല്ലെങ്കിൽ ട്രെയിനാണല്ലോ ഏറ്റവും കംഫർട്ട്, അങ്ങനെ പോകുന്നത്. പിന്നെ ആകെ കയറുന്നത് അന്നാണ്. അന്നുള്ള ലോകം മൊത്തം ആ ബസ്സിലാണ്. അന്ന് സീറ്റ് കിട്ടാത്തതിന് ഒന്നിനും ഒരു കുറ്റം പറയാനും കൂടി ഇല്ല. കാരണം അത്രയും ആൾക്കാരായിരിക്കും. പുലർച്ചെ 4 മണിക്ക് 4:30 ബസ് വരെ ഫുള്ള് തിക്കി തിരക്കി തൃശ്ശൂരോളം ആൾക്കാർ നിന്നാണ്ട് അങ്ങനെയൊക്കെയാണ് ഇവിടേക്ക് വന്നുകൊണ്ടിരുന്നത്. ആകെ അതൊക്കെയുള്ളൂ പിന്നെ പോയത്. വില്ലേജ് ഓഫീസിൽ പോയിട്ടുണ്ടോ? പഞ്ചായത്ത് പഞ്ചായത്തിലൊക്കെ ഇങ്ങനെ ഇവരപ്പം അമ്മേന്റെ ഒപ്പം അച്ഛൻ്റെ ഒപ്പം എന്തെങ്കിലും ആവശ്യം വാങ്ങാൻ പോകുന്നൊക്കെ അവർക്കെന്ത് പെൻഷനൊന്നും ആയില്ലല്ലോ. അങ്ങനെ പോയിട്ടുള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ പോയി നോക്കണം. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അവിടെ വലിയ പ്രശ്നമല്ല. പിന്നെ ടിക്കറ്റ് OP ടിക്കറ്റ് കൊടുക്കാതിരിക്കുന്നവർക്കൊക്കെ ചെറിയൊരു അഹങ്കാരം ഉണ്ടാവും. ഡോക്ടർമാരൊക്കെ പൊതുവേ പാവങ്ങൾ തന്നെയായിരിക്കും, വലിയ കുഴപ്പമില്ല. പിന്നെ ഇത് എന്താ നമ്മൾ ശരിക്കും താരതമ്യേന നോക്കുമ്പോൾ നമ്മുടെ സ്റ്റേറ്റിലുള്ള ഓഫീസർമാർ ശരിക്കും മാന്യന്മാരാണ്. അറ്റ്ലീസ്റ്റ് അവർ കുറഞ്ഞ പക്ഷെ ആളുകളെ കൈക്കൂലി വാങ്ങുള്ളൂ. പക്ഷെ ഉണ്ടല്ലോ ഈ അതിർത്തി ഒന്ന് കടന്നു നോക്കണം. ഇപ്പോൾ തമിഴ്നാട്ടിലേക്കാണ് ചെന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. എൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി തമിഴ്നാട്ടിൽ വെച്ചിട്ട്, ഊട്ടിയിൽ വെച്ചൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. ഈ ആക്സിഡൻറ്റ് കണ്ടുകൊണ്ട് നിന്ന ട്രാഫിക് പോലീസുകാരൻ ഞാനാണ് ആക്സിഡൻറ്റ് കണ്ടത് എന്ന് പറഞ്ഞിട്ട് 2000 രൂപ കൈക്കൂലി വെച്ചു. അതായത് നാളെ കേസോട് സ്റ്റേറ്റ്മെന്റ് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെയൊന്നുമില്ല. ഞാനാണ് അതായത് നമ്മൾ ആ ആക്സിഡന്റിന്റെ ട്രോമയും കാര്യങ്ങളൊക്കെ വഹിച്ചുകൊണ്ടാണ് പിന്നീട് ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് അവിടെ ഊട്ടിയിലെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലണേ. അപ്പോൾ അവിടെ വന്നിട്ട് പുള്ളി ഒരു ഉളുപ്പില്ലാതെ വന്നിട്ട് പുള്ളി എന്തെങ്കിലും സഹായം ഒന്നും ചെയ്തിട്ടില്ല. പുള്ളി വന്നിട്ട് ഞാനാണത് കണ്ടത് എന്നുള്ള രീതിക്ക് എന്തെങ്കിലും വേണം എന്നുള്ളൊരു സിനിമയിൽ, ജയറാമിന്റെ ഏതൊരു സിനിമയിൽ ടിപ്പ് ചോദിക്കുന്ന ഒരു സീൻ ഉണ്ടല്ലോ, അതേപോലെ മുരടനൊക്കെ ഇട്ട് എന്തേലും തരുമോ എന്നുള്ള രീതിക്ക് നിന്നിട്ട്. ഇനി അത് പോരാഞ്ഞിട്ട് വൂൺ സർട്ടിഫിക്കറ്റ് ഉണ്ട് ആക്സിഡന്റ് പറ്റിയവരുടെ, എന്തോ ഒരു ആവശ്യത്തിന് പറഞ്ഞിട്ട് പോലീസുകാർ അത് വാങ്ങി വെച്ചു. അവിടെ ഒരു വിക്ടിം ഫണ്ട് ഉണ്ട് തമിഴ്നാട്ടിൽ. ആക്സിഡന്റ് പറ്റുന്ന വിക്ടിമിന് ഒരു 50,000 75,000 അങ്ങനെ എന്തോ ഒരു രൂപ സഹായം കിട്ടുന്ന ഒരു പരിപാടി. അത് വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ട് ആ വൂൺ സർട്ടിഫിക്കറ്റ് പോലീസുകാർ വാങ്ങി വെച്ചു. നമുക്ക് പിന്നീട് ഇൻഷുറൻസിന്റെ ക്ലെയിമും കേസുമായിട്ട് ബന്ധപ്പെട്ട് വൂൺ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്. കാരണം ആദ്യത്തെ വൂൺ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ഒരു ഊട്ടിയിലെ ഹോസ്പിറ്റലായിരുന്നു. ആ വൂൺ സർട്ടിഫിക്കറ്റ് തിരിച്ചു തരാൻ വേണ്ടി പോലീസുകാർ 5,000 രൂപ വെച്ചു. കൈക്കൂലി ചോദിക്കുന്നതിന് യാതൊരു മടിയില്ല. നമ്മുടെ നാട്ടിലൊക്കെ കൈക്കൂലി വാങ്ങണമെന്ന് പറഞ്ഞാൽ അപ്പുറത്തെ പെട്ടിക്കടയിൽ കൊടുക്ക്, അല്ലെങ്കിൽ അവിടെ ചായക്കട ഉണ്ടാവും അവിടെ കൊടുത്താൽ മതി, നമ്മൾ ശരിയാക്കുക. അല്ലെങ്കിൽ അതിനൊരു ഏജന്റ് ഉണ്ടാവും. ഒരാളും ഡയറക്റ്റ് എനിക്ക് ഇത്ര വേണമെന്ന് പറഞ്ഞ് വാങ്ങുന്നതൊക്കെ റയറാണ്. പക്ഷെ അവിടെ ഒന്നും ഒരു മടിയില്ല. അവിടെ കൈക്കൂലിയാണ് റൈറ്റ്, സാലറി എന്ന് പറയുന്നത് വേറെയാണ്. ഒരു പണി ചെയ്യണമെങ്കിൽ ബ്രൈബ് കൈക്കൂലി കൊടുക്കുക എന്നുള്ളതാണ് അവിടെ, അതാണ് അവരുടെ ശമ്പളം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഊട്ടിക്കൊക്കെ ഫ്രണ്ട്സായിട്ടൊക്കെ പോകുമ്പോൾ ഇവർ ചെക്ക് ചെയ്യുമല്ലോ. ഇപ്പോൾ സിഗരറ്റ് യൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും, അവർക്ക് ആ സാധനമെങ്കിലും വേണം. അതായത് നമ്മളൊന്നും കിട്ടണം. വെറുതെ 50 ഉറുപ്പ്യെങ്കിലും അവർക്ക് കയ്യിൽ വേണം. ഇങ്ങനെ ഒരു 10 ആൾക്കാരുന്ന 50 ഉറുപ്പ്യ അന്നത്തെ 500 ആയില്ലേ. ഇങ്ങനെ എന്താ ഇതേമാതിരി ഒരു വട്ടം ഇതേമാതിരി പോയപ്പോൾ അതായത് കാരണമൊന്നും കിട്ടാനില്ല, അവർക്കൊന്നും കിട്ടാനില്ല. ലൈസൻസ് ഉണ്ട്, എല്ലാതും ഉണ്ട്. എന്നിട്ട് അതിലുണ്ടായിരുന്ന സിഗരറ്റ് പാക്കറ്റ് എടുത്ത് പോയി. ഒന്നും കിട്ടാ ഒരു സന്തോഷാണത്. റൈറ്റ് ആയിട്ട് അതായത് അവകാശമാണ് അത് വാങ്ങുക, കളക്ട് ചെയ്യാന്നുള്ളത് പോലെയാണ്. പിന്നെ നമ്മളെ വണ്ടി കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു അടക്കം കൂടുതൽ തന്നെയാണ്. പിന്നെന്താ ഇവര് ഇങ്ങനെ അവിടെ ഉള്ളവർ പറയണ കേട്ടിട്ടുണ്ട്, അവര് ശമ്പളം തൊടില്ല അത്രേ. സർവീസിൽ ഇരിക്കുന്ന കാലം അത്രയും ശമ്പളം ടച്ച് ചെയ്യില്ല. അത് വെച്ച് മാത്രം ജീവിക്കും. എന്നിട്ട് ആ ശമ്പളം അവർ ടച്ച് ചെയ്യുന്നത് പെൻഷൻ പറ്റി വീട്ടിലിരിക്കാൻ തുടങ്ങുമ്പോഴാണ് ആ സാധനത്തിൽ ടച്ച് ചെയ്യുന്നത്. അതുവരെ ഒരു ആ പറയുന്ന കൈക്കൂലി പൈസ കൊണ്ട് മാത്രം ജീവിക്കുന്ന അറിയാം. എല്ലാം വരില്ല. അതവിടെ ജോലി കിട്ടാനും ലൈസൻസ്, ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാര്യം കണ്ടിട്ടില്ലേ? നമ്മളിവിടെ ഡ്രൈവിംഗ് ലൈസൻസ് സ്ട്രിക്റ്റ് ആക്കിയ സമയത്ത് ആളുകൾ അതിർത്തി കിടക്കുകയാണ്, കർണാടകയ്ക്കും തമിഴ്നാട്ടിലേക്കും പോയിട്ടാണ്. കാരണം അവിടെ 1,000-1,500 കൊടുത്തിട്ടുണ്ടെങ്കിൽ ലൈസൻസ് ഇഷ്യൂ ചെയ്ത് തരും. ആൾ ടെസ്റ്റിന് ചെല്ല് പോലും വേണ്ട. നമ്മുടെ നാട്ടിലൊക്കെ അതൊന്നും എനിക്ക് തോന്നുന്നില്ല. നടക്കുന്നുണ്ടായിരിക്കും എവിടെയെങ്കിലൊക്കെ, പക്ഷെ എണ്ണത്തിൽ കുറവാണ് എന്നുള്ളതാണ് കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. ഇതിപ്പോ ഞാൻ പറഞ്ഞു എന്താ വെച്ചപ്പോ തന്നെ
താരതമ്യേന നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥർ ബെറ്ററാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ചില പുഴുക്കുത്തുകളും ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ KSEBിൻ്റെ കാര്യത്തിൽ എന്തായാലും അവർ ആ പേര് ദോഷം മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. പണ്ട് കുറേ പ്രശ്നങ്ങളുണ്ട്. ഇന്നൊരു PC ജോർജിൻ്റെ വിഷയമൊക്കെ ഉണ്ടായിരുന്നു. PC ജോർജ് KSEB ഓഫീസിൽ പോയി തെറി വിളിച്ചു എന്നിട്ട് പിന്നെ അതേപോലെ തന്നെ കറണ്ട് വരാത്തതിൻ്റെ പേരിൽ KSEB ഓഫീസിൽ പോയിട്ട് ആ വീട്ടുകാർ കിടന്നു. അതായത് അവിടെ ഫാനും ലൈറ്റൊക്കെ ഉണ്ട് KSEB ഓഫീസിൽ, എന്നാൽ പിന്നെ ഇവിടെ കിടക്കാം, വീട്ടിലല്ലേ കറണ്ട് ഇല്ലാത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ കുറേ ഇഷ്യൂസ് KSEB ആയിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. മഴ പെയ്താൽ പിന്നെ അവർ ഫോൺ എടുക്കില്ല, മഴയോ ഒരു കാറ്റോ അടിച്ചാൽ പിന്നെ KSEBയിൽ ഫോൺ വിളിച്ചാൽ കിട്ടില്ല, ഫുൾ ടൈം എൻഗേജ്ഡ്. ആ ഒരു നേരത്തെ വിളിച്ചിട്ട് ഫോൺ എടുത്ത ആൾ ഉറങ്ങിയിരുന്നു തോന്നുന്നു. പക്ഷെ വന്നവർക്ക് ആർക്കും എന്തായാലും ഉറക്കച്ചടവോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവർ വളരെ എനർജറ്റിക് ആയിട്ട് വന്ന് കാര്യം ചെയ്തു പോയി. സത്യം പറഞ്ഞാൽ നല്ല സന്തോഷം തോന്നി. നമ്മൾ ആ നേരത്തെ വിളിച്ചു, അവർ വന്നു ചെയ്തു പോയി. നമ്മൾ ഇപ്പോഴെന്ന് വെച്ചാൽ ഒന്നാമത് വൈദ്യുതി ചാർജൊക്കെ കൂടി നിൽക്കുന്ന സമയമാണ്, ഇടയ്ക്കിടയ്ക്ക് കൂട്ടുന്നുണ്ട് എന്നുള്ളതൊക്കെ പരാതി പറയുമ്പോഴും നമ്മുടെ സർവീസ് ബെറ്റർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈസ കൊടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ 24 മണിക്കൂറിലൊരു 10 മണിക്കൂർ ലോഡ് ഷെഡിങ്ങും പിന്നെ ഈ സർവീസും മോശമായിട്ട് ഈ പറയുന്ന തുക നമ്മൾ കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്കത് കുറച്ചൊരു വിഷമമുള്ളാക്കുന്ന കാര്യമാണ്. അത്തരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ KSEBിൻ്റെ സർവീസ് ഒരുപാട് മെച്ചപ്പെട്ടു എന്ന് തന്നെ പറയാൻ വേണമെന്നുണ്ടെങ്കിൽ. അതിങ്ങനത്തെ ഒരു ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയിൽ അത്രയധികം കംപ്ലൈൻറ്റുകൾ അവർക്ക് ആ രാത്രിയൊക്കെ ചെല്ലുന്നുണ്ടാവും. കാരണം എല്ലായിടത്തും ഈ ഇപ്പോൾ AC ഇല്ലാത്ത വീടുകളില്ലല്ലോ. അപ്പോൾ പവർ എന്തായാലും ഇത്തരത്തിൽ ട്രിപ്പാവുന്ന പ്രശ്നങ്ങളുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഓവർലോഡ് വരുമ്പോൾ ഫ്യൂസ് പോകുന്ന ഇഷ്യൂസ്, അങ്ങനെ ആളുകൾ വിളിക്കുന്നുണ്ടാവും. ഫ്യൂസൊക്കെ ശരിക്കും നമുക്ക് കെട്ടാവുന്നതേ ഉള്ളൂ. ഞങ്ങളത് കെട്ടണം തന്നെ വിചാരിച്ച് ഒരു കോപ്പർ വയറൊക്കെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ആദ്യം തൊട്ടപ്പോൾ ഒരു സ്പാർക്ക് വരുന്നത്, പിന്നെ ഉരുകിയൊരു മണവും കാര്യങ്ങളൊക്കെ. പിന്നെ വെറുതെ അത് മുട്ടേണ്ട ആവശ്യമല്ലല്ലോ, റിസ്ക് എടുത്തിട്ട് ഹീറോയിസം കാണിച്ച് വെറുതെ ഫ്യൂസ് മുട്ടിയിരിക്കണ്ടല്ലോ എന്ന് എഴുതിയിട്ടാണ് വിളിച്ചത്, വേറെ വഴിയില്ല. എന്തായാലും അവർ വന്നു, അതെന്തായാലും ഒരു സന്തോഷമുള്ള കാര്യമുള്ളൂ. വേറെ എന്താ ഇന്ന് വേറെ എന്തെങ്കിലും പറയണ്ടോ? എന്തൊരു ഉണ്ടാക്കും പറയാലോ, വേറെന്താ ആകെ തന്നെ. ഇനി ഏതെങ്കിലും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ കുറ്റം പറയണേ പറഞ്ഞോ, നല്ലത് മാത്രം പറയണ്ട. കുറ്റം പറയാൻ എന്തെങ്കിലും വേണ്ടേ? പിന്നിപ്പോൾ എന്താ, സർക്കാർ ഉദ്യോഗസ്ഥരുടെ സ്വഭാവം അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചെന്ന് തന്നെ നോക്കണം. കുറേയൊക്കെ ആളുകൾ പരിഗണിക്കും കേട്ടോ, അത് വേറെ കാര്യം. ഇപ്പോൾ ഞാൻ +2 കഴിഞ്ഞിട്ട് എൻട്രൻസ് എഴുതാൻ ചെല്ലുന്ന സമയത്ത് വില്ലേജ് ഓഫീസിൽ അത്രയും തിരക്കാണ്. എന്തോ ഒരു സർട്ടിഫിക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വില്ലേജ് ഓഫീസിൽ ചെന്ന സമയത്ത് അവർ പറഞ്ഞു, ആ കുട്ടികളോട് വരാൻ പറയൂ, അവർ ഭാവി തലമുറ. നമ്മൾ ഭാവി തലമുറയുടെ വാഗ്ദാനമൊന്നും ആയി മാറിയില്ലെങ്കിലും വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞു കുട്ടികളും ഭാവി തലമുറയുടെ വാഗ്ദാനമാണ്, അതുകൊണ്ട് അവരുടെ പരിപാടി തീർത്തിട്ട് വിടാമെന്ന് പറഞ്ഞിട്ട് ആ കണ്ട പൊതുജനങ്ങളെ മൊത്തം അവിടെ നിർത്തി കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ അയാൾ ക്ലിയർ ചെയ്ത് തന്നിട്ട് എന്തോ ഗസറ്റഡ് ഓഫീസറുടെ ഒപ്പോ എന്തോ സാധനത്തിന് വേണ്ടി ചെന്നാണ്, കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരും ഉണ്ട്, വന്ന വഴി മറക്കാത്തവരുണ്ട്, ഒരു മാനുഷിക പരിഗണന തരുന്ന ആളുകളും ഉണ്ട്. പഠനത്തിന് വേണ്ടിയാണ് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പരമാവധി പരിഗണിക്കും. അതെ, ഇപ്പം ഇപ്പം നമ്മള് ഓരോ അഡ്മിഷനൊക്കെ വേണ്ടിയിട്ട് ഡിഗ്രിക്ക് അങ്ങനെ ഓരോ എന്താ സ്വിമ്മിങ് സർട്ടിഫിക്കറ്റ് അങ്ങനത്തെ പല കാര്യങ്ങളിലൊക്കെ ഇതൊക്കെ വേണ്ടിയിട്ട് ചെന്നപ്പോൾ നല്ല രീതിക്കാണ് നമുക്ക്. നീന്താറിയോ? തീർച്ചയായും. അല്ല എന്തായാലും ഇപ്പൊ വില്ലേജ് ഓഫീസർ കുറച്ച് ഒരു ബക്കറ്റ് വെള്ളം എടുക്കും, അതൊന്നും എന്തായാലും ചെയ്യില്ല. അല്ല പക്ഷെ അത് അതൊരു ചിലവ് മൈൻഡ് ആക്കണം നിർബന്ധമൊന്നും ഇല്ലല്ലോ, എല്ലാവർക്കും ഈക്വൽ പ്രയോറിറ്റി ആണല്ലോ. പക്ഷെ നല്ല രീതിക്ക് അന്ന് റെസ്പോണ്ട് ചെയ്ത് പെട്ടെന്ന് പറഞ്ഞു വിട്ടിങ്ങനെ നമുക്ക് സാധനങ്ങൾ അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. പിന്നെന്താ വെച്ചാൽ എപ്പോഴും ഈ ആളുകൾ കൈക്കൂലി ആവുന്നത് കൊടുക്കുമ്പോഴാണ്. നമ്മൾ ജനങ്ങൾ കൊടുക്കാൻ നോക്കുമ്പോഴാണ് ആളുകൾ കൈക്കൂലി. ഇപ്പം അതേപോലെ തന്നെ ഈ കൈക്കൂലിൻ്റെ കാര്യം പറഞ്ഞാൽ പാസ്പോർട്ട് വെരിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് പണ്ടുണ്ടായിരുന്ന ഒരു കീഴ്വഴക്കം പോലെയായിരുന്നു. പാസ്പോർട്ട് വെരിഫിക്കേഷൻ്റെ സമയത്ത് ഒരു 500 രൂപ കൊടുക്കുക, അല്ലെങ്കിൽ 250. അന്ന് 250-200 വലിയ തുക. അത് കൊടുക്കും ആ ഒരു സന്തോഷത്തിൻ്റെ പുറത്ത്. നമ്മൾ പാസ്പോർട്ട് എടുക്കുന്നത് ഗൾഫിൽ പോകാൻ, മീൻസ് മലയാളികൾ വലിയൊരു ശതമാനം ഗൾഫിൽ പോകാനാണ് പാസ്പോർട്ട് എടുക്കുന്നത്. ആരും വെറുതെ കയ്യിൽ വയ്ക്കാൻ പാസ്പോർട്ട് എടുക്കുന്നത് കുറവല്ല ആ സമയത്ത്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ നമ്മൾ ഗൾഫിൽ പോയി രക്ഷപ്പെടാൻ പോവുകയാണെന്നുള്ള സന്തോഷത്തിനൊക്കെ പുറത്ത് പൈസ കൊടുക്കും, അവരത് വാങ്ങുകയും ചെയ്യുന്നൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു കീഴ്വഴക്കം ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു എന്താ വെച്ചാൽ പുതിയ ജനറേഷനിലെ ആളുകളാണ്. അതായത് പഴയ പോലീസുകാരല്ല, മറ്റേ കുട്ടമ്പിള്ള സ്റ്റൈൽ പോലീസുകാരല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഈ അടുത്ത് PSC എഴുതി കയറിയ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പോസ്റ്റിംഗ് കിട്ടിയ ആളുകളൊക്കെയാണ് ഇപ്പോൾ പാസ്പോർട്ട് വെരിഫിക്കേഷനിലൊക്കെ ഇരിക്കുന്നത്, ആ ഫീൽഡ് വെരിഫിക്കേഷനിൽ ഇരിക്കണം. അപ്പോൾ ഇവരെന്തെന്ന് വെച്ചാൽ അവർ നമ്മൾ പൈസ കൊടുത്താലും വാങ്ങില്ല. അവർക്ക് ആ എത്തിക്സ് വിട്ട് കളിക്കാനുള്ള ബുദ്ധിമുട്ടോ അതല്ലെങ്കിൽ ആ ഒരു പുതിയ തലമുറയുടെ ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കാം അത്. അവർക്ക് അത്തരം ഒരു പൈസ വാങ്ങുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ചിലർ പറയും ഞങ്ങൾക്ക് ഇതിനുള്ള പൈസ ശമ്പളം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്, പെട്രോൾ അലവൻസ് ഉൾപ്പെടെ ഇങ്ങോട്ട് വന്നതിനുള്ളത് ഉൾപ്പെടെയുള്ള തുക ഞങ്ങൾ വാങ്ങുന്നുണ്ട്, പിന്നെ ഇപ്പോൾ നിങ്ങളെ നിന്ന് വാങ്ങേണ്ട കാര്യമില്ല എന്നുള്ള രീതിക്ക് തന്നെ പറഞ്ഞിട്ടാണ് ചിലർ എന്താ പറയുക പാസ്പോർട്ട് വെരിഫിക്കേഷൻ പൂർത്തിയാക്കി തരിക.
അതൊരു നല്ല സൈനായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ പോലീസുകാർ മൊത്തത്തിൽ ഡീസൻ്റ് ആയിട്ടുണ്ട് കേട്ടോ. സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യം പറയുമ്പോൾ കുറേ പുഴുക്കുത്തുകളുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ പണ്ടത്തെ പോലെ ഒരു എന്താ പറയുക പോലീസിങ് എന്ന് പറയുന്ന ഒരു പരിപാടി ഇപ്പോൾ ഇല്ല. ഒന്ന് തന്നെ ഈ ഫേസ്ബുക്കിനെയും ലൈവിനെയൊക്കെ പേടിച്ചിട്ടാണ് തോന്നുന്നത്. വീഡിയോ എടുത്താൽ പണി പോകും, അന്വേഷണം വരും, വകുപ്പ് തല അന്വേഷണം, വീട്ടിലിരിക്കണം, പകുതി ശമ്പളം, അതൊക്കെ പേടിച്ചിട്ടായിരിക്കും. കുറേ കവന്മാർ ഡീസൻ്റ് ആയിട്ടുമുണ്ട്. നഞ്ചെന്തിനാ നന്നാഴി അങ്ങനെ ഒരു ചൊല്ലുണ്ട്. അതേമാതിരിയാണ് പോലീസുകാരെ മൊത്തത്തിൽ ഇപ്പോൾ പിണറായി വിജയനെ മൊത്തത്തിൽ തെറിവിളി കേൾപ്പിക്കാൻ ഒറ്റ പോലീസുകാരൻ മതി. കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ളതിൽ ഏതെങ്കിലും ഒരു പോലീസുകാരൻ എന്തേലും ഒരു പണി ഒപ്പിച്ചാൽ മതി, നമ്മൾ ആഭ്യന്തരമന്ത്രിക്ക് ചീത്ത വെക്കും. അതേപോലെയാണ് ആരെങ്കിലും ഒരെണ്ണം മതി. പോലീസുകാരെയും തല്ലിട്ടിട്ടുണ്ടോ? ഡീസൻ്റ് ആയതുകൊണ്ട് എന്തായാലും നമ്മളെ ക്യാമറമാൻ എന്തായാലും തല്ലിട്ടിട്ടുണ്ടാവും. ചൊണ്ണ കണ്ടാ അറിയാം. അപ്പോൾ ഇത് കഴിഞ്ഞില്ലേ, ഇന്നത്തെ പരിപാടി കഴിഞ്ഞില്ലേ? ഇന്നിപ്പോൾ എന്തായാലും നമ്മളെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ മാന്യതയില്ലാത്തതുമായ എല്ലാ പെരുമാറ്റത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പോഡ്കാസ്റ്റ് അവസാനിക്കും. പോഡ്കാസ്റ്റ് അല്ല, ശരിക്കും പോഡ്കാസ്റ്റാണ്. ഇന്നലെ ഗൂഗിൾ ചെയ്തപ്പോൾ അല്ല, ചാറ്റ് ജിപിടിനോട് ചോദിച്ചപ്പോൾ കിട്ടിയതാണ് പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. അതായത് വീഡിയോ വെച്ചിട്ട് ആളുകൾ എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കുന്നത് പോഡ്കാസ്റ്റും, വോയിസ് മാത്രമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുന്ന ഒരു സാധനത്തിന് പോഡ്കാസ്റ്റ് എന്നാണ് പറയുന്നത്. ചിലപ്പോൾ പുതിയൊരു വാക്കായിരിക്കാം. ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിലൊന്നും ഒരു പക്ഷേ പോഡ്കാസ്റ്റ് ഞാനിപ്പോൾ അത് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത സമയത്ത് ഈ ഡിക്ഷണറി സെർച്ച് ചെയ്തപ്പോൾ, അതായത് ഗൂഗിളിൽ ഡിക്ഷണറി സെർച്ച് ചെയ്തപ്പോൾ അങ്ങനെ ഒരു വാക്കില്ല. പക്ഷെ നമ്മൾ കുറേ ന്യൂ ജനറേഷൻ വേർഡുകൾ വരുന്ന കൂട്ടത്തിൽ ആരോ ഉണ്ടാക്കിയ ജെൻസി വേർഡ്സിൽ എപ്പോഴോ വന്നതാണെന്ന് തോന്നുന്നു വോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഗതി. വോഡ്കാസ്റ്റിലൊരു വോഡ്ക ഉണ്ട്. അപ്പോൾ ശരി, ഇന്നത്തെ കഴിഞ്ഞില്ലേ? ഓക്കെ, ഗുഡ് നൈറ്റ്.